നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നൊരു പാട്ടുണ്ടായിരുന്നു. 1992 പുറത്തിറങ്ങിയ അഹം എന്ന ചിത്രത്തിലായിരുന്നു അത്. ശ്രീ വേണുനാഗവള്ളിയോ മറ്റോ ആണ് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലാണ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പലരും വിചാരിക്കും ഇത് സിനിമയെക്കുറിച്ചോ പാട്ടിനെക്കുറിച്ചോ ഉള്ള റിവ്യൂ ആയിരിക്കും. അതൊന്നും അല്ല കാര്യം. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കിൻ്റെയും ഒക്കെ വിതരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. പ്രിൻറ്റിങ്ങിന് ആവശ്യമായ തുകയുടെ 3-4 ഇരട്ടി കൈപ്പറ്റിയിട്ടും അതൊന്നും പ്രിൻറ്റിംഗ് സ്ഥാപനത്തിനോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോ കൈമാറാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലൈസൻസിൻ്റെയും RC ബുക്കിൻ്റെയും ഒക്കെ വിതരണം പുനരാരംഭിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. അതിൽ ആദ്യം പുറത്തു വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു: തൽക്കാലം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുടിശ്ശിക അടയ്ക്കുന്നില്ല, അതിനാൽ തന്നെ ലൈസൻസും RC ബുക്കും ബന്ധപ്പെട്ട RT ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റണം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ആദ്യ ഗഡു കൊടുത്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 50,000-ൽ പരം ആളുകൾക്ക് അവരവരുടെ വീട്ടിൽ തന്നെ പോസ്റ്റിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ വാർത്ത പുറത്തു വന്നതിൽ പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചിലരുടെ വ്യാപകമായ നന്ദി പ്രകടനങ്ങൾ കണ്ടു. MVDക്ക് നന്ദി പറയുന്നു, ഗതാഗത മന്ത്രിക്ക് നന്ദി പറയുന്നു, സർക്കാരിന് നന്ദി പറയുന്നു. ജനങ്ങളുടെ നിന്ന് കാശും വാങ്ങിയിട്ട് ഇത് വിതരണം ചെയ്യാൻ 6 മാസം വൈകിയത് എന്തേ എന്നാരും ചോദിക്കുന്നില്ല. ഈ ഒരു സംഭവത്തിൽ ഏത് വീക്ഷണത്തിൽ നോക്കിയാലും നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ നന്ദി പറഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റിയ കുറച്ച് ആളുകളുണ്ട്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയോട് നന്ദി പറയാം. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനോടും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ രാജീവ് കുമാറിനോടും പറയാം. കാര്യം അവർ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ടാണല്ലോ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയത്. ഓരോ തെരഞ്ഞെടുപ്പിനും ഖജനാവിന് നല്ല ചിലവ് വരുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്. കൂടിക്കിടക്കുന്ന പല സാധനങ്ങളുടെയും വില കുറയും, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും കിട്ടിത്തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശക്തമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.